ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്ലൂമിംഗ് പെറ്റ്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ LKG സിലബസിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ചെയ്തത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വർക്ക്ഷീറ്റാണ്, ഇംഗ്ലീഷ് വർക്ക്ഷീറ്റ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആൽഫബറ്റ് ലെറ്റേഴ്സ് കുട്ടികൾക്ക് നന്നായി പഠിക്കുന്നതിനുള്ള ഒരു 5 വർക്ക്ഷീറ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. ഇത് പേരൻസിന് ചെയ്യിപ്പിക്കാവുന്നതാണ് കേട്ടോ. കുട്ടികളെയും കൊണ്ട് റഫ് ഷീറ്റോ അല്ലെങ്കിൽ റഫ് ബുക്കോ എടുത്ത് ഇതുപോലെ ആക്ടിവിറ്റീസ് ഉൾപ്പെടുത്തി കുട്ടികളെയും കൊണ്ട് ചെയ്യിപ്പിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ കുട്ടികളെ, നമുക്ക് ആദ്യത്തെ വർക്ക്ഷീറ്റ് ചെയ്യല്ലേ? ആദ്യത്തെ വർക്ക്ഷീറ്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? കളർ ദ സർക്കിൾസ് വിത്ത് ബിഗ് എ ഇൻ ഓറഞ്ച് കളർ. ഏത് ലെറ്ററാണ് ഓറഞ്ച് കളറിൽ കൊടുക്കേണ്ടത്? ബിഗ് എ. പിന്നെ വരുന്നത് കളർ ദ സർക്കിൾസ് വിത്ത് സ്മാൾ എ ഇൻ ഗ്രീൻ കളർ. സ്മോൾ ലെറ്റർ എ ഏത് കളറിൽ കൊടുക്കണം പറഞ്ഞിരിക്കുന്നത്? ഗ്രീൻ കളർ. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആ കളേഴ്സും ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഫസ്റ്റ് ക്യാപിറ്റൽ ലെറ്റർ എക്ക് ഓറഞ്ച് കളറാണ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ഓറഞ്ച് കളർ എടുത്ത് ക്യാപിറ്റൽ ലെറ്റർ എക്ക് നിറം നൽകാം. നിങ്ങളും ഇതുപോലെ ചെയ്തോളൂ. നിങ്ങളുടെ വർക്ക്ഷീറ്റിൽ ഇതുപോലെ ക്യാപിറ്റൽ ലെറ്റർ എക്ക് എല്ലാം ഓറഞ്ച് നിറം നൽകുക. പുറത്തേക്ക് പോവാതെ ചെയ്യണം കേട്ടോ, നല്ല ഭംഗിയായിട്ട്. അങ്ങനെ നമ്മൾ ഒരു എക്ക് നിറം നൽകി. ഇപ്പം നമ്മൾ ഒരു എക്ക് നിറം നൽകിയില്ലേ? ഇനി എവിടെയെങ്കിലും ബിഗ് എ കാണുന്നുണ്ടോ? ഇത് ബിഗ് എ ആണോ? ദാ ഇവിടെ ഒന്നുണ്ടല്ലേ. എന്നാൽ ഇതിന് നിറം നൽകാം. എന്നാൽ എല്ലാവരും നൽകിക്കോളൂ. ഏത് നിറമാണ് നമ്മൾ നൽകേണ്ടത്? ഓറഞ്ച് നിറം. അപ്പോൾ ഓറഞ്ച് കളറ് എല്ലാവരും കൊടുത്തോളൂ. അങ്ങനെ നമ്മൾ ബിഗ് ലെറ്റർ എക്ക് നിറം നൽകി. എത്ര ലെറ്റേഴ്സ് ഉണ്ടായിരുന്നു? 2 ബിഗ് ലെറ്റേഴ്സ് അല്ലേ? ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്മോൾ ലെറ്റർ എ. സ്മോൾ ലെറ്റർ എക്ക് ഏത് നിറം നൽകേണ്ടത്? അതെ, ഗ്രീൻ കളർ. അപ്പോൾ നമുക്ക് കൊടുക്കാം. ഇവിടെ എത്ര സ്മോൾ ലെറ്റർ എ കാണാനുണ്ട്? 2 എണ്ണം അല്ലേ? 2 സ്മോൾ ലെറ്റർ എ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്മോൾ ലെറ്റർ എക്ക് നിറം നൽകാം. ഇന്ന് എല്ലാവരും നൽകിക്കോളൂ. അങ്ങനെ നമ്മൾ സ്മോൾ ലെറ്റർ എ ഒരു എക്ക് നിറം നൽകി. ഇനി അടുത്ത എക്ക് നിറം നൽകാം. ഇപ്പം നമ്മൾ സ്മോൾ ലെറ്റർ എക്കും ക്യാപിറ്റൽ ലെറ്റർ എക്കും നിറങ്ങൾ നൽകി. ഇപ്പം എല്ലാവർക്കും പഠിഞ്ഞില്ലേ ക്യാപിറ്റൽ ലെറ്റർ എയും സ്മോൾ ലെറ്റർ എയും? അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. സർക്കിൾ ദി ബിഗ് ലെറ്റേഴ്സ് ഇൻ ഈച്ച് സെറ്റ്. ടീച്ചർ ഇവിടെ ഒരു 4 സെറ്റ് ബോക്സ് വരച്ചിട്ടുണ്ട്. അതിലെല്ലാത്തിലും ഒരു ക്യാപിറ്റൽ ലെറ്ററും ബാക്കിയെല്ലാം സ്മോൾ ലെറ്ററാണ് എഴുതിയത്. അതൊന്ന് ക്യാപിറ്റൽ ലെറ്റർ കണ്ടുപിടിച്ച് സർക്കിൾ ചെയ്യണം. ഫസ്റ്റ് ബോക്സിൽ നോക്കൂ, എവിടെയെങ്കിലും ക്യാപിറ്റൽ ലെറ്റർ കാണുന്നുണ്ടോ? ഇതാ ഇവിടെ ഒരു ക്യാപിറ്റൽ ലെറ്റർ എ ഉണ്ടല്ലേ? അപ്പോൾ നമുക്കതിന് സർക്കിൾ ചെയ്യാം. ഓക്കെ, നമ്മൾ സർക്കിൾ ചെയ്തു. ബാക്കിയൊക്കെ എന്താണ്? സ്മോൾ ലെറ്റേഴ്സാണ് അല്ലേ? നെക്സ്റ്റ് ബോക്സ് നോക്കൂ, എവിടെയെങ്കിലും ക്യാപിറ്റൽ ലെറ്റർ കാണുന്നുണ്ടോ? അതാ ഫസ്റ്റ് അല്ലേ? ഫസ്റ്റിൽ ക്യാപിറ്റൽ ലെറ്റർ ബി. എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ ബി. ബാക്കിയൊക്കെ എന്താണ്? സ്മോൾ ലെറ്റേഴ്സാണ്. തേർഡ് വണ്ണിൽ നോക്കൂ, ക്യാപിറ്റൽ ലെറ്റർ എവിടെയെങ്കിലും ഉണ്ടോ? ദാ ഇവിടെ ഒരു ക്യാപിറ്റൽ ലെറ്റർ സി ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനും സർക്കിൾ ചെയ്യാം. ലാസ്റ്റ് വൺ നോക്കി നോക്കൂ, എവിടെയെങ്കിലും ഉണ്ടോ ക്യാപിറ്റൽ ലെറ്റർ? ദാ ഇവിടെ അല്ലേ, ഒരു ക്യാപിറ്റൽ ലെറ്റർ ഡി. നമുക്ക് അതിനും സർക്കിൾ ചെയ്യാം. അങ്ങനെ നമ്മൾ 4 ബോക്സും കംപ്ലീറ്റ് ചെയ്തു. 4 ബോക്സിൽ നിന്നും ക്യാപിറ്റൽ ലെറ്റേഴ്സ് കണ്ടുപിടിച്ചു. ഏതൊക്കെയാണ്? എ, ബി, സി, ഡി. ഈ ആക്ടിവിറ്റി ചെയ്തു കഴിഞ്ഞു. നെക്സ്റ്റ് ആക്ടിവിറ്റി എന്തെന്ന് നോക്കാം. നോക്കൂ, കളർ ദി ബോക്സ് വിത്ത് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ഇറ്റ്സ് നെയിം. അതായത് ടീച്ചർ ഇവിടെ കുറേ പിക്ചേഴ്സ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്.
അവയുടെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്ററിന് കളർ ചെയ്യണം. നോക്കൂ, ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന പിക്ചേഴ്സ് തന്നെയാണ് അല്ലേ? അതിൽ ആദ്യത്തെ പിക്ചർ ഏതാണ്? ക്യാറ്റ്. ഏതാണ്? ക്യാറ്റ്. ക്യാറ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ഏതാ വരിക? എ ആണോ? സി. ഏതാണ്? സി. സി ഫോർ ക്യാറ്റ്. നമ്മൾ പഠിച്ചിട്ടില്ലേ? സി ഫോർ ക്യാറ്റ്. അപ്പോൾ നമുക്ക് സിക്ക് കളർ ചെയ്യാം. അങ്ങനെ സിക്ക് കളർ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് പിക്ചർ എന്താണ്? പാരറ്റ്. എന്താണ്? പാരറ്റ്. പാരറ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വരുന്ന ലെറ്റർ ഏതാണ്? ഇവിടെ സി ഉണ്ട്, പി ഉണ്ട്. ഫസ്റ്റ് ഏത് ലെറ്റർ വരിക? അതെ, പി. പി ഫോർ പാരറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതും കളർ ചെയ്തു. നെക്സ്റ്റ് ഏതാ വരിക? ഫിഷ്. ഫിഷ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ലെറ്ററാണ് ആദ്യം പറയുക? യെസ്, എഫ് ഫോർ ഫിഷ്. എന്താണ്? എഫ് ഫോർ ഫിഷ്. അപ്പോൾ എഫിനും കളർ ചെയ്യാം. നെക്സ്റ്റ് പിക്ചർ നോക്കൂ. ഇതെന്താണ്? ഹാറ്റ്. എന്താണ്? ഹാറ്റ്. ഹാറ്റ് എന്ന് പറയുമ്പോൾ യെസ്, എച്ച്. എച്ച് ഫോർ ഹാറ്റ്. എന്താണ്? എച്ച് ഫോർ ഹാറ്റ്. നെക്സ്റ്റ് പിക്ചർ എന്താണ്? കൈറ്റ്. കൈറ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ഏതാ വരിക? യെസ്, കെ. കെ ഫോർ കൈറ്റ്. കെ ഫോർ കൈറ്റ്. അപ്പോൾ നമ്മൾ എല്ലാ പിക്ചേഴ്സിൻ്റെയും ഫസ്റ്റ് ലെറ്റർ കണ്ടുപിടിച്ച് കളർ ചെയ്തു. എന്തൊക്കെയാണ്? സി ഫോർ ക്യാറ്റ്, പി ഫോർ പാരറ്റ്, എച്ച് ഫോർ ഹാറ്റ്, എഫ് ഫോർ ഫിഷ്, കെ ഫോർ കൈറ്റ്. എല്ലാവരും ചെയ്തില്ലേ ഈ ആക്ടിവിറ്റി? നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണ്? ക്യാപിറ്റൽ ആൻഡ് സ്മോൾ ലെറ്റർ മാച്ചിങ്. ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും മാച്ച് ചെയ്ത് വരയണം. ഇവിടെ നോക്കൂ, ഒരു സൈഡിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സും മറു സൈഡിൽ സ്മോൾ ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ട്. എ മുതൽ ഇ വരെയുള്ള ലെറ്റേഴ്സാണ് എഴുതിയത്. ഇവിടെ ഫസ്റ്റ് ലെറ്റർ ഏതാണ്? എ. ക്യാപിറ്റൽ ലെറ്റർ എക്ക് മാച്ച് ചെയ്ത് സ്മോൾ ലെറ്റർ എ കണ്ടുപിടിക്കൂ. എവിടെയാണുള്ളത്? അതാ ഇവിടെ ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്കതിന് മാച്ച് ചെയ്ത് വരയാം. ഓക്കെ, എന്നാൽ പറഞ്ഞോളൂ. നെക്സ്റ്റ് ബി. ക്യാപിറ്റൽ ലെറ്റർ ബിക്ക് മാച്ച് ചെയ്ത് എവിടെയാണ് സ്മോൾ ലെറ്റർ ബി ഉള്ളത്? ലാസ്റ്റ് വൺ അല്ലേ? അപ്പോൾ നമുക്ക് അതിലേക്ക് വരയാം. ഓക്കെ, നെക്സ്റ്റ് സി. ക്യാപിറ്റൽ ലെറ്റർ സിയും സ്മോൾ ലെറ്റർ സിയും മാച്ച് ചെയ്ത് വരയാം. നെക്സ്റ്റ് ഏത് ലെറ്ററാണ്? ഡി. ഡിക്ക് സ്മോൾ ലെറ്റർ ഡി എവിടെയാണ്? ഓക്കെ, അങ്ങനെ അതും വരഞ്ഞു. നെക്സ്റ്റ് ഏതാണ്? ഇ. ക്യാപിറ്റൽ ലെറ്റർ ഇയും സ്മോൾ ലെറ്റർ ഇയും ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? അങ്ങനെ എല്ലാ ലെറ്റേഴ്സും നമ്മൾ മാച്ച് ചെയ്ത് വരഞ്ഞു. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്. ഇവിടെ ആൽഫബറ്റ് ലെറ്റേഴ്സ് ഒരു സ്നേക്കിൻ്റെ ഷേപ്പിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷെ എല്ലാ ലെറ്റേഴ്സും ഉണ്ടോ ഇതിൽ? ഇല്ല അല്ലേ? ഇടയിലുള്ള ലെറ്റേഴ്സൊക്കെ മിസ്സിങ് ആണ്. നമ്മൾ ആ ലെറ്റേഴ്സൊക്കെ ഇവിടെ കണ്ടുപിടിച്ച് എഴുതണം. മക്കൾക്ക് അറിയില്ലേ ആൽഫബറ്റ് ലെറ്റേഴ്സ് ഫുള്ളും? അപ്പോൾ നമുക്ക് നോക്കാം. എ കഴിഞ്ഞാൽ ഏതാണ്? ബി. സി. നെക്സ്റ്റ് വരിക ഡി. ഇ. നെക്സ്റ്റ് ഏതാണ്? എഫ്. ജി. നെക്സ്റ്റ് ഏതാണ്? എച്ച്. ഐ. ജെ. കെ. എൽ. എം. എൻ. O. P. Q. R. S. T.
U V. W X Y and Z. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ? എല്ലാവരും ചെയ്തില്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇംഗ്ലീഷ് വർക്ക്ഷീറ്റാണ് ചെയ്തത്. 5 വർക്ക്ഷീറ്റാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്തത്. നെക്സ്റ്റ് വീഡിയോസിൽ നമ്മൾ കൂടുതൽ വർക്ക്ഷീറ്റ് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ മക്കളെ പഠിപ്പിച്ച് നോക്കൂ. വർക്ക്ഷീറ്റ് ഉപയോഗിച്ചിട്ട് അവർ കൂടുതൽ എൻജോയ് ചെയ്ത് പഠിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് ഞാനിടുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.